വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് നമ്മുടെ വീഡിയോ എന്ന് വിചാരിച്ചാൽ ബാക്ക് ടു ഹോളാണ് നമ്മുടെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ വിചാരിച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ടൊക്കെ ശബ്ദമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പൂച്ചകളുണ്ട്, അപ്പം അതിൻ്റെ കുറച്ച് ശബ്ദങ്ങളുണ്ട്. പിന്നെ വേറെ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, അപ്പം അതിൻ്റെ ഒക്കെ ശബ്ദമുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. സോ ഫസ്റ്റ് തന്നെ നമ്മളെല്ലാവരും പറയണ പോലെ ബാഗ് തന്നെയാണ് ഫസ്റ്റത്തെ ഐറ്റം. അപ്പം ഇതാണ് എൻ്റെ ബാഗ് കേട്ടോ. ഒരു ബ്ലാക്ക് തീമിലാണ് എൻ്റെ ബാഗ് വന്നിരിക്കുന്നത്. 5 കള്ളിയാണ് മൊത്തമുള്ളത്. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള കള്ളികൾ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. എനിക്ക് ഈ ബാഗും ഇങ്ങനെ ചെളിയൊക്കെ ആകുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അത്യാവശ്യത്തിന് കള്ളികളുണ്ട്, ഉള്ളിൽ വേറെ കള്ളിയുണ്ട്. അപ്പം അത്യാവശ്യത്തിന് ഇതുണ്ട് കേട്ടോ, സ്പേസും ഇതൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ എനിക്ക് ബാഗുമ്പോൾ ഇങ്ങനെ ചെളിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇതാണ്, എന്താ പറയുക, ഭയങ്കര വിഷമമാണ് എന്ന ഫീലിംഗ് ആണ് കേട്ടോ. അപ്പം എൻ്റെ ബാഗിൻ്റെ സെയിം തീം തന്നെ ചേച്ചിക്ക് 5 കള്ളിയുണ്ട്. പിന്നെ വ്യത്യാസം എന്ന് വെച്ചാൽ കളറ് മാത്രം തന്നെയാണ് വ്യത്യാസമുള്ളത്, ബാക്കിയൊക്കെ സെയിമാണ് കേട്ടോ. എനിക്ക് ബാഗുമൊക്കെ ഇങ്ങനെ ചെളിയുമ്പോഴുണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് ആണ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇങ്ങനെ ഡാർക്ക് എന്ത് സംഭവങ്ങളാണ് ഞാൻ ഡാർക്കിലുള്ളതാണ് കൂടുതൽ എടുക്കുക കേട്ടോ. പിന്നെ കൊറിയൻ ബാഗൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ അടുത്ത് ചെളിയാകുമെന്ന് ചോദിച്ചിട്ടായിട്ട്. പിന്നെ അടുത്തത് ബുക്കാണ് കേട്ടോ. ബുക്ക് വിചാരിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും വലിയ ബുക്കിൽ എഴുതാൻ പോകുന്നത്. A4 സൈസിൻ്റെ ബുക്കാണ് കേട്ടോ ഇത് വരയിട്ടത് വരയിടാത്തതും ഉണ്ട്. ഇങ്ങനത്തെ 3 ഡസൻ ബുക്കുകളാണ് വാങ്ങിയിരിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഒരു ഇതില്ല, കാരണം സാധാരണ ഇത് നമ്മൾ ചെറിയ മീഡിയം ടൈപ്പ് ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കാണ് യൂസ് ചെയ്യാറ്. ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് വലിയ ബുക്ക് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്തവരൊക്കെ കമൻറ്റ് ചെയ്യും, യൂസ് ചെയ്തവരുണ്ടാവണം, എനിക്കറിയാം. പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ വര ഇടാത്ത മാക്സ് നോട്ട് കേട്ടോ. ഇതാണ് വലുത് തന്നെയാണ്. A4 ഷീറ്റ് ആവശ്യം വന്ന് ഇതിനും കീറാം. പിന്നെ അതുപോലെ തന്നെ വലിയ വര ഇട്ടത് ഇതാണ് കേട്ടോ. അത്യാവശ്യത്തിന് വലിയ സ്പേഷ്യസ് എന്ന് വിചാരിച്ചാൽ അത്യാവശ്യം വലിയ ബുക്ക് തന്നെയാണ്. പിന്നെയും വിചാരിച്ചാൽ ഈ ബുക്ക് പൊതിയാനായിട്ടൊരു ബ്രൗൺ പേപ്പറാണ് ഗൈസ്. ഈ ബ്രൗൺ പേപ്പർ സാധാരണഗതിയിൽ നമ്മൾ എല്ലാ കൊല്ലം ബ്രൗൺ പേപ്പറാണ് ഞങ്ങൾ വാങ്ങാറ്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഈ കാണുന്ന വിസിബിളായിട്ടുള്ള ഇത് യൂസ് ചെയ്ത് നോക്കി. ഇതിന് ഞാൻ ചെറിയൊരു റിവ്യൂ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഇനി വാങ്ങിക്കണവരോട് ഞാൻ പറയുകയാണ്, ഈ ബ്രൗൺ പേപ്പർ നിങ്ങൾ ഒരു കൊല്ലം നിങ്ങൾ ബ്രൗൺ പേപ്പർ വാങ്ങിക്കാണ്ട് ഈ ഒരു ഇത് വാങ്ങിച്ചു നോക്കിട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. കാരണം ഞാൻ അങ്ങനെ പറയാനായിട്ട് കാരണം എനിക്ക് യൂസ് ചെയ്തതിൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഇത് തന്നെയായിരുന്നു. നമുക്ക് ഈ ബ്രൗൺ പേപ്പർ വിചാരിച്ചാണ്ടല്ലോ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. അതുമൊത്ത പ്ലാസ്റ്റിക് വലിച്ച് ഇങ്ങനെ കീറും, ഒരു നൊസ്റ്റാൾജിക് ഫീലാണല്ലേ. അതുപോലെ തന്നെ അങ്ങനെ വലിച്ച് കളയുമ്പോൾ വെള്ളമൊക്കെ വെള്ളം എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ആ ബ്രൗൺ പേപ്പറിൻ്റെ ഉള്ളിൽ പോയി വെള്ളമൊക്കെ ആകതായി പിന്നെ പറയണ്ടല്ലോ. പക്ഷേ വിചാരിച്ചാൽ ഇതും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ വിചാരിച്ചാൽ ഇതൊരു പ്ലാസ്റ്റിക്കാണ്. ഞാൻ കാണിച്ചു കണ്ടോ ഒരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ അത്. അപ്പം ഇതിങ്ങനെ കീറില്ല, ഇതൊരിക്കലും കീറില്ല. നമ്മൾ കത്രിക കൊണ്ട് കീറും, അല്ലാണ്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കില്ല, അങ്ങനെ ഇത് കീറില്ല. അപ്പോൾ വിചാരിച്ചാൽ നമ്മൾ പിന്നെ ഇതിങ്ങനെ വിസിബിളായിട്ട് ഇങ്ങനെ കാണാനും പറ്റും. അങ്ങനെ വിസിബിളായിട്ട് ഈ ബണ്ടിയുടെ ഒക്കെ എങ്ങനെയാണ് ബ്രൗൺ പേപ്പർ വെച്ച് പൊതിച്ച് എന്ത് ഭംഗിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിസിബിളായിട്ടുള്ളത് വാങ്ങിക്കാം. അപ്പോൾ പിന്നെ നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ 2 ഇതാണ് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിനി അടുത്ത കൊല്ലം തൊട്ട് ഈ കൊല്ലം തൊട്ട് തന്നെ നിങ്ങളിത് വാങ്ങിച്ചു നോക്കുന്നത്, നിങ്ങൾക്കിത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഇത് 3 എണ്ണമാണ് വാങ്ങിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് തികഞ്ഞില്ലെങ്കിൽ ഇത് പൊതിയാനായിട്ട് ബ്രൗൺ പേപ്പർ കൊണ്ട് പൊതിയാനായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. പിന്നെയും വിചാരിച്ചാൽ പൗച്ചാണ് കേട്ടോ. ഇത് ചേച്ചിയുടെ പൗച്ചാണ്. എനിക്ക് വെള്ള താല്പര്യമില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. 2 കള്ളിയുണ്ട് കേട്ടോ ചേച്ചിക്കും. ഇത് എൻ്റെ പൗച്ചാണ് റെഡ്. ഇതിനും ഈ പറഞ്ഞ പോലെ 2 കള്ളിയുണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് തോന്നുമല്ല, സ്പേസ് ഉണ്ട് രണ്ടിടത്തിലും. എനിക്ക് ചെയ്യാൻ വലിയ താല്പര്യം. കൊറിയൻ പൗച്ച് ഉണ്ടായിരുന്നു, ഈ കൊറിയൻ പൗച്ച് ഞാൻ കാണാതെ പലതരം കൊറിയൻ പൗച്ചായിരുന്നു. പക്ഷേ കിച്ചണിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഇനിയിപ്പോൾ A4 ഷീറ്റ് വേണമെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബുക്ക് ചെയ്ത് കയറി എടുത്താൽ മതി. പക്ഷേ വിചാരിച്ച ഒരു A4 ഷീറ്റ് നമ്മൾ വാങ്ങി 50 രൂപയ്ക്ക് ഒരു A4 ഷീറ്റൊക്കെ വാങ്ങി കേട്ടോ.
കാരണം ഇനിയിപ്പോൾ എങ്ങനെ തീർന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ നെയിം സ്ലിപ്പ് നമ്മൾ ഒരു ടെഡിയുടെ 3 ഷീറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ടെഡിയുടെ 3 ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. ഒപ്പം ഇത് ചേച്ചിക്കാണ്. ഞങ്ങൾ സാധാരണ ഇത് പ്ലെയിനാണ് ഞങ്ങൾ വാങ്ങാറ്, പക്ഷേ ഇപ്രാവശ്യം പ്ലെയിൻ മാറ്റി പിടിക്കാൻ തോന്നും. സോ നമ്മൾ ഒരു ടെഡിയുടെ വാങ്ങി. ഒപ്പം പിന്നെ വാങ്ങിയത് യൂണിക്കോണിൻ്റെ 3 ഷീറ്റാണ് വാങ്ങിയത്. ഞാൻ പറഞ്ഞു വാങ്ങിയത്. എനിക്ക് യൂണിക്കോണിൻ്റെ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ അവളെ വെച്ച് ഏറ്റവും ബെറ്റർ നോക്കിയപ്പോൾ എനിക്കിതാണ് തോന്നിയത്. പിന്നെ ചേച്ചിക്ക് ടെഡിയുമാണ് തോന്നിയത്. അപ്പം അങ്ങനെ അത് രണ്ടും എടുത്തു. പിന്നെ ഞാൻ എടുത്തത് ഇതിക്കാണ് റൈറ്റിംഗ് പാഡാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് റൈറ്റിംഗ് പാഡ് ഉണ്ട്, പക്ഷേ അതാകെ ഒരു വുഡിൻ്റെ അങ്ങനെ എന്തോ ആയിട്ട് ആകെ നാശമായി പോയി. സോ ഒരു റൈറ്റിംഗ് പാഡ് നമ്മൾ വാങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ പേന, പെൻസിൽ, ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒരു ഗ്ലൂ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 രൂപയുടെ ഒരു ഗ്ലൂ. ഇപ്പോഴത്തെ പുതിയ മോഡലാണ് കേട്ടോ അത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ മോഡൽ. എനിക്ക് ഭയങ്കര പോലെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെ എന്താ പറയുക, നമ്മൾ സാധാരണ ഇതിലിങ്ങനെ മൂടിയൊക്കെ ഇങ്ങനെ തുറന്ന് പിടിച്ചു. അതിനേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. പക്ഷേ ഫെവിക്കോളിൻ്റെ അടിപൊളി പശ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടെ. പിന്നെ വാങ്ങിയിട്ട് നമ്മൾ എന്തായിരുന്നു, 2 സ്കെയിൽ വാങ്ങിയിട്ടുണ്ട്. നട്രാജിൻ്റെ 2 സ്കെയിലാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് അപ്സരയുടെ 2 പെൻസിലാണ്. സാധാരണ രീതിയിൽ ഞാൻ റബ്ബറൊക്കെ ഉള്ളതാണ് വാങ്ങാറ്, പക്ഷേ ഇപ്രാവശ്യം എന്തിനും അതൊക്കെ വാങ്ങിയിട്ട് എന്നായി. അപ്പം അതുകൊണ്ട് ഇത് 2 അപ്സരയുടെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഓൾറെഡി. എന്നാലും ഈ സ്കെയിൽ പറഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട്. എന്നാലും ഒരു എന്തെങ്കിലുമൊക്കെ പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. പിന്നെ വാങ്ങിയത് റബ്ബറാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ നമ്മൾ 3-4 റബ്ബർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിചാരിച്ചാൽ സാധാരണ നോർമൽ റബ്ബറാണ് കേട്ടോ, അല്ലാണ്ട് വലിയ ഇതൊന്നും ഇല്ല ഇതിൽ. അതായത് ഫാൻസി ടൈപ്പ് റബ്ബറൊന്നുമല്ല. ഇത് ഡൊമക്സിൻ്റെ റബ്ബറാണ്. ഞങ്ങൾ സാധാരണ രീതിയിൽ ഇത് തന്നെയാണ് വാങ്ങാറുള്ളത് കേട്ടോ. എന്നുവെച്ചാൽ ഒരു സാധാരണ മീഡിയം നോർമൽ റബ്ബർ കേട്ടോ. അപ്പം പിന്നെ വാങ്ങിയിട്ടുള്ളത് നമ്മൾ അപ്സരയുടെ കട്ടറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് അപ്സര ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അപ്സരയുടെ വാങ്ങിയില്ല. പക്ഷെ നട്രാജ് മാത്രം നമ്മൾ ഇതിൻ്റെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. സ്കെയിൽ മാത്രം നട്രാജിൻ്റെ വാങ്ങിയിട്ടുള്ളൂ. അതെ, അപ്സരയുടെ 4 കട്ടർ വാങ്ങിയിട്ടുണ്ട്. 4 കട്ടർ എൻ്റെ ഇപ്പോഴും ഇങ്ങനെ പോയി പറഞ്ഞ പോലെ എൻ്റെ കട്ടറിൻ്റെ അവസ്ഥ. അതുകൊണ്ട് കട്ടർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ളത് പെന്നുകളാണ്. പെന്നിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം പെന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നാലും ചുമ്മാ വാങ്ങിയെന്നുള്ളൂ. ഇത് 3 ബ്ലൂ വിങ്ക് പറഞ്ഞ പോലെ നമ്മൾ 2 ബ്ലൂ വിങ്കും 4 ബ്ലൂ വിങ്കും 1 ബ്ലാക്ക് വിങ്കും ആണ് വാങ്ങിയിട്ടുള്ളത്. സംഭവം എന്ന് വെച്ചാൽ ഈ പെന്നിനെ ഞാൻ ചെറിയൊരു റിവ്യൂ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി പെന്നുകളാണ്. ഇത് ജസ്റ്റ് എഴുതാൻ നല്ല സ്മൂത്തുള്ള പെന്നുകളാണ് ഈ 2 പെന്നുകളും. ഉപയോഗിച്ചിട്ടുള്ളവർ എനിക്കറിയാം നല്ല പോലെ. നിങ്ങളൊക്കെ പെന്ന് ഉപയോഗിച്ചിട്ടുള്ളതാണെന്നറിയാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇതാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്, എക്സാമിന് കൊണ്ടുപോകാറുള്ളത് ഇതാണ് കേട്ടോ. നല്ല അടിപൊളി പെന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കൊണ്ടുപോകും. പിന്നെ ഒരു ബ്ലാക്ക് ഇങ്കും ഈ ബ്ലാക്ക് ഇങ്കിനോട് വലിയ താല്പര്യം. ഞാൻ ബ്ലൂ ഇങ്കാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് ഒരു സ്റ്റാപ്ലെയറിൻ്റെ പിന്ന് നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ കർച്ചീഫ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഉള്ളതാണ്, അതുകൊണ്ടാണ് നമ്മളത് കാണിച്ചു തരാത്തത്. സോ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇവിടെ